നമ്മൾ പാരഡൈസ് വാലിയിലേക്ക് പോകാനുള്ള ലൊക്കേഷൻ എത്തി. ഇവിടെ നിന്ന് നടന്നു പോകണം. കണ്ടോ കട്ടപ്പൊരു വെയിലാണ്, നായരൊക്കെ കിളിവാറി നിൽക്കുകയാണ്. അതേ അപ്പുറേക്കൂടെ സായിപ്പുമാർ നടന്നു പോകുന്നുണ്ട് അങ്ങ് മലയാള സൈഡിൽ ഉണ്ടോ. അപ്പം ഞാൻ വഴിക്ക് നമ്മൾ നടന്നു പോകാൻ പോവാണ്. നമ്മളപ്പോൾ പാരഡൈസ് വാലിയിലെ ട്രെയിൽ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ നടക്കാനുണ്ട്. നല്ല കട്ടപ്പൊരി വെയിലാണ്. നമ്മളിന്ന് വന്നേക്കുന്ന ഉച്ച സമയത്താണ്. ഇപ്പോൾ ഇവിടെ സമയം 1:20 അപ്പോൾ ഇതാണ് പാരഡൈസ് വാലി. താഴേക്ക് നോക്കുക. അപ്പോൾ വലിയ മരുഭൂമിയുടെ നടുക്ക് അറ്റ്ലസ് മലകൾക്കിടയിലുള്ള ചെറിയൊരു മരുപ്പച്ചയാണിത്. ഇവിടെ നിറയെ ഈന്തപ്പനകളും ചെറിയ മുളകൊക്കെ പോലുള്ള ഒരു തരം ചെടികളൊക്കെയാണ് വളർന്നു നിൽക്കുന്നത്. മരുഭൂമിയുടെ നടുക്ക് നിൽക്കുന്ന അറ്റ്ലസ് മലകളുടെ താഴെ ചെറിയൊരു വെള്ളച്ചാട്ടവും ചെറിയൊരു പുഴയൊക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു മരുപ്പച്ച. ഇതിൻ്റെ നടുക്കോടെ ഒഴുകുന്ന ഈ ചെറിയ തോട്ടിൽ കസേരയൊക്കെ ഇട്ട് റെസ്റ്റോറൻറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു താഴ്വാരത്തിലേക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാലയുടെ താഴേക്ക് വന്നേക്കാണ്. പുറത്തൊരു 30-35 ഡിഗ്രി ഉണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത നല്ല തണുപ്പ്. നമ്മൾ താഴ്വാരത്തേക്ക് എത്തി. പുഴയൊക്കെ നമ്മുടെ സൈഡിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കുറേ സുവനീർ കടകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടുത്തുണ്ട്. കണ്ടോ കഴുതേനൊക്കെ സൈഡിൽ കെട്ടി നിർത്തിക്കുക. ഉണ്ടോ വെള്ളമൊക്കെ ഉണ്ടോ. ഇവിടുത്തെ ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലത്തൊക്കെ ആയാലും വെള്ളമൊക്കെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ്. നല്ല അടിപൊളി സ്ഥലം. വെള്ളമൊക്കെ സെറ്റായിട്ട് ഒഴുകുന്നത്. അതിനകത്ത് ഫുൾ കസേരയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ്. നിറയെ മീനുകളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്കിരുന്നൊരു കാപ്പിയൊക്കെ കുടിക്കാം. അപ്പോൾ ഒരു നാച്ചുറലായിട്ടുള്ളൊരു ഫിഷിംഗ് സ്പായിലിരുന്ന് നമ്മൾ ഒരു കാപ്പിയൊക്കെ കുടിക്കുന്ന ഒരു ഫീൽ കിട്ടും നമുക്കിവിടെ. പാരഡൈസ് വാലി ശരിക്കും ഒരു പാരഡൈസ് വാലി തന്നെ കേട്ടോ. ഈ സ്ഥലത്ത് നിറയെ കിളികളും മരുഭൂമിയുടെ നടുക്കുള്ളൊരു മരുപ്പച്ച. ഭയങ്കര ബ്യൂട്ടിഫുൾ. അങ്ങനെ ഞങ്ങൾ നടന്ന് കുറേ മലകളൊക്കെ കയറി അതിൻ്റെ ഒരു മോൾ ഭാഗത്തെത്തി കേട്ടോ. അപ്പോൾ ഇവിടെ ആയപ്പോൾ കുറേ സായിപ്പന്മാരും മദാന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ഇവിടെ ഒരു വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അതിലേക്ക് ചാടാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക. ഇവിടെ വന്നവരുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ നാച്ചുറലായിട്ടുള്ള ഈ ക്ലിഫുണ്ട്. അപ്പോൾ അതിൻ്റെ നടുക്ക് ഈ പുഴ ഒഴുകുന്നതിൻ്റെ അകത്തേക്ക് എടുത്ത് ചാടുക. ആ ഒരു വെള്ളത്തിലേക്ക് എടുത്ത് ചാടുക. അതിലൊരു ഡിപ്പ് ചെയ്യുക. ചെറുതായിട്ടൊന്ന് സ്വിമ്മൊക്കെ ചെയ്ത് പോവുക. മരുഭൂമിയുടെ നടുക്കായാലും ആ വെള്ളം ഭയങ്കര ക്ലീൻ വെള്ളമാണ്. നല്ല തണുപ്പൊക്കെ ഉള്ള വെള്ളമാണ്. ബാക്കി ചുറ്റും ഒരു 30-32 ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് വെള്ളത്തിന് നല്ല തണുപ്പാണ്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോകും. അപ്പോൾ ഞങ്ങളും അതുപോലെ തന്നെ അതിനകത്തേക്കൊക്കെ ഒന്ന് എടുത്ത് ചാടി. അപ്പോൾ നായരൊന്നും നോക്കിയില്ല. നമ്മളെ പണ്ട് പാറമടയിൽ എടുത്ത് ചാടുന്ന പോലെ ചുമ്മാ കണ്ണും പൂട്ടി അങ്ങ് എടുത്ത് ചാടി. കുറേ നാളായിരുന്നു പരിപാടിയൊക്കെ ചെയ്തിട്ട്. നമ്മുടെ വിധി നല്ല സെറ്റായിട്ട് നിൽക്കുക. ഒന്നും നോക്കിയില്ല. കണ്ണും പൂട്ടി അതിൻ്റെ മുകളിൽ പോയി ചാടി. യൂറോപ്പിൽ നിന്ന് ഇങ്ങോട്ട് ഫ്ലൈറ്റ് ചാർജ് ഭയങ്കര കുറവാണ്. അപ്പോൾ നേരിട്ട് ഫ്ലൈറ്റുകളും കിട്ടും. ഇവരെ സംബന്ധിച്ച് വിസയൊന്നും വേണ്ടല്ലോ. നമ്മളൊരു ബസ്സായി കയറി ലോക്കലായിട്ടൊരു സ്ഥലത്ത് പോകുന്നൊരു ഫീലുള്ളൂ ഇങ്ങോട്ട് വരാൻ വേണ്ടി. അപ്പോൾ ഇവിടെ വന്നേക്കുന്നവരെല്ലാം യൂറോപ്യൻസാണ്. വരുന്നവരെല്ലാം അതിൻ്റെ മുകളിൽ നിന്ന് ഒരു പ്രാവശ്യം ചാടി ഇതിൻ്റെ സിമ്മൊക്കെ ചെയ്തിട്ടാണ് പോകുള്ളൂ. ഇതിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് മിക്കവരും കഞ്ചാവൊക്കെ വലിക്കുന്നുണ്ട്. ഫുഡൊക്കെ കൊണ്ടുവരും. അങ്ങനെ എല്ലാവരും എൻജോയ് ചെയ്തിട്ട് ഇവിടുന്ന് പോവാണ്. നമ്മുടെ ഇതിൻ്റെ പുറകിൽ ഇരുന്ന് ആശം കഞ്ചാവ് വലിച്ചുകൊണ്ടിരിക്കുക. അവിടെ കണ്ടോ ഒരു പട്ടിയും വന്നിട്ട് പുറകെ നിൽക്കുക. നമ്മളെ ചിക്കൻ തിന്നാൻ സമ്മതിക്കാതെ. ഇതേ സെറ്റപ്പ്. വാലിയിലേക്ക് വരുന്നവർ എന്തായാലും ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണിത്, ഈ ക്ലിഫ് ജമ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ അത് ചാടി നീന്തി കയറി പോകും. ക്ലിഫ് ജമ്പൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴേക്ക് നടക്കുവാണ്. അപ്പോൾ വന്ന വഴി കുറേ താഴേക്ക് തിരിച്ച് നടന്നാൽ നമ്മൾ വാലിയിലെത്തും. മുട്ടൻ താഴ്ചയുള്ള ഗോർജാണ്. ഭയങ്കര താഴ്ചയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലൊരു വെള്ളച്ചാട്ടമുണ്ട്. നടന്ന് കയറി നല്ല കത്തിച്ച് നിൽക്കുക. ചാടിക്കോ. നല്ല തണുപ്പുണ്ട് കേട്ടോ. സൂപ്പർ. കടിച്ചിട്ട് പോകട്ടോ. കുത്തിവെപ്പ് ബീഹാരി പാട്ട്. കണ്ട ഇവിടുത്തെ ചായക്കടകളൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫുഡ് കിട്ടും, ചായ കിട്ടും. അപ്പോൾ ഇതിൻ്റെ അത് ഈ പുഴയുടെ തീരത്ത് ഇങ്ങനെ പുഴയ്ക്ക് ഉള്ളിലൊക്കെ കസേര ഇട്ടുള്ള പരിപാടികളാണ്. നമ്മൾ ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചായ, ഫുഡ്, ഇവിടുത്തെ അടിപൊളി സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് കഴിക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ പുഴയരികിൽ ഓർഡർ ചെയ്തിട്ടുള്ള ചായയും ചിക്കനും പൊമഗ്രാനൈറ്റ് ജ്യൂസൊക്കെ ആയിട്ട് ആശാൻ വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അങ്ങനെ പുഴയരികിൽ കാപ്പി, പൊമഗ്രാനൈറ്റ് ജ്യൂസ്. നമ്മളപ്പോൾ ഈ മലയിടുക്കിൻ്റെ ഇടയിൽ ഒരു കാപ്പി മേടിച്ചേക്കാണ്.
ഇവിടുത്തെ എത്രയാ 15 ദിർഹം. നമ്മുടെ നാട്ടിൽ എത്ര പൈസ വരും? 1.5 യൂറോ. 1.5 യൂറോ എന്ന് പറയുമ്പോൾ 150 രൂപ ഏകദേശം വരും. അപ്പോൾ അതാണ് അതിൻ്റെ വില. അപ്പോൾ പഞ്ചസാര ഇല്ലാതെ നമുക്കൊന്ന് കുടിച്ച് നോക്കാം ഈ സാധനം. ഒക്കെ ഉണ്ട്, നല്ല അടിപൊളി രസമുണ്ട് കേട്ടോ കുടിക്കാൻ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോഫി, ഉഗ്രം കോഫി. പഞ്ചസാരയുടെ കട്ട നമ്മളിനി ഇടാൻ പോവാം. പഞ്ചസാര കട്ടയൊക്കെ ഇട്ട് ഇളക്കി നമ്മൾ സെറ്റാക്കി നല്ല സെറ്റായിട്ട് അടിക്കും. ഇവിടെ വന്നിട്ട് ചിക്കൻ കസ്കസ് പറഞ്ഞു. അപ്പോൾ ആദ്യം ഒരു പെട്ടി ബ്രെഡ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എന്ത് പറഞ്ഞാലും ഒരു പെട്ടി ബ്രെഡ് നമുക്ക് തരും. ഇഷ്ടംപോലെ ബ്രെഡാണ്. ഈ വിരലിനെന്തോ പറ്റി പോലെ അങ്ങനെ വേണം. തള്ളവിരൽ നിനക്കുണ്ടോ? ബ്രെഡ് അടിക്കാൻ പോലും പറ്റുന്നില്ല. ബ്രെഡ് പിടിക്കാൻ പറ്റുന്നുണ്ട്. ചായയിലൊക്കെ മുക്കി നമ്മുടെ ട്രഡീഷണൽ ആയിട്ട് ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡ് കഴിക്കുകയാണ്. ചായയിലൊക്കെ മുക്കി നല്ല സെറ്റായിട്ട്. നീ ആ ബ്രെഡ് പോമഗ്രാനൈറ്റ് മുക്കി തിന്നു. പൊമഗ്രനാറ്റ് ബ്രെഡ് മുക്കി തിന്നാലോ? ബ്രെഡാകെ ചുവന്ന് തുടുത്തു പോയി. ഇതാ പോന്നോ. എങ്ങനെയുണ്ട്? സൂപ്പറായിരിക്കും. ബ്രെഡ് വായനി മുക്കി തിന്നോലെ പൊമഗ്രാനൈറ്റ് മുക്കി നമ്മൾ അടിക്കുന്നത്. കളറുണ്ടോ പൊമഗ്രാനൈറ്റ് മുക്കിൻ്റെ? ഓ അമേസിങ്. അത്രയൊന്നുമില്ല, നമ്മൾ ഇത്തിരി ഓവറാക്കണം, എന്നാലേ രണ്ടാൾക്കാർ ശ്രദ്ധിക്കുള്ളൂ. ഇതാണ് ടൊമാറ്റോ ഓംലെറ്റ്. യെസ്, ഐ നീഡ് ചിക്കൻ കസ്കസാ വന്നേക്കുന്നത്. കഴിച്ചു നോക്കിയടാ. എൻ്റെ സാധനമാണ് പുളി. ഉപ്പുണ്ടാവുമോ? ഇതാണ് ഓംലെറ്റ്, ടൊമാറ്റോ ഓംലെറ്റ്. അപ്പോൾ ടൊമാറ്റോ ഓംലെറ്റ് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കോരി എടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ തിന്നണം. കോരുത്. ഇവിടുത്തെ ആൾക്കാർ ഇതിനകത്ത് വലിയൊരു ഉപ്പിടില്ല കേട്ടോ. നമ്മൾ തന്നെ ഉപ്പ് ആവശ്യമില്ല. ഉപ്പും കുരുമുളകും കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് കുരുമുളക് പൊടി തട്ടുവാണ് ഇതിനകത്തേക്ക്. ഭയങ്കര ലിമിറ്റഡ് ഉപ്പാണ് ഇവന്മാരിടുന്നത്. നമുക്ക് ഇച്ചിരി ഉപ്പ് കൂടെ വേണം, കാരണം ഇച്ചിരി ഉപ്പ് തട്ടിയേക്ക് വേണം. ഓ ആരിക്കൊരിയിടും. ഇത് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. അവിടെ മുട്ട ഒരു സൈഡിലുണ്ട്, അതേ കിടക്കുന്ന മുട്ട. ടൊമാറ്റോയുടെ കുറേ പീസുണ്ട്. മുട്ടയും നിങ്ങൾ കൂട്ടിയിട്ട് നമ്മളിങ്ങനെ കോരിയെടുത്ത് കഴിച്ച് നോക്കാം. ഉപ്പൊക്കെ ഇട്ടതാണ്. ഇപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നോക്കാം. നല്ല രസം. നമ്മുടെ നാട്ടിലിപ്പോൾ ഓംലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓംലെറ്റ് ആയിട്ടില്ല, ബുൾസൈ ആക്കും. ഇവിടെ ഉണ്ടോ നല്ലൊരു ബുൾസൈ ആക്കി വെച്ചേക്കണം. ബുൾസൈക്ക് മുകളിൽ ടൊമാറ്റോയുടെയും ചീസൊക്കെ ഇട്ടിട്ട് അവരുടെ ഇവരുടെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങ് സെറ്റ് ചെയ്തേക്കും. ഒരു ഗ്രേവി പോലെ ഉണ്ടാക്കും, ഒരു കറി പോലെ. എന്നിട്ട് ഒരു ബുൾസൈയുടെ മുകളിലിട്ട് 2 ബുൾസൈയുടെ മുകളിൽ ഇട്ടേക്കാണ് സാധനം. അപ്പോൾ അതാണ് ഇവിടുത്തെ ഈ ഓംലെറ്റ്, ടൊമാറ്റോ ഓംലെറ്റ്. മതി മതി, അത്ര ടേസ്റ്റ് മതി. അതാണ് ചിക്കൻ കസ്കസ്. വെജിറ്റബിൾ ഇങ്ങനെ കുത്തി നിർത്തിയേക്കാണ്. പുഴുങ്ങിയിട്ടുള്ള എന്നാ സാധനമൊക്കെ അതിൻ്റെ ഉള്ളടാ. ക്യാരറ്റുണ്ട്, വെള്ളരിക്കയുണ്ട്. വെള്ളരിക്കല്ലേ അത്? വെള്ളരിക്കയുണ്ട്. അങ്ങനെ പുഴുങ്ങിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇത് കസ്കസ് ആണ്. അതിൻ്റെ അടിയിൽ കസ്കസ്, അതിൻ്റെ വീട്ടിലൊരു ചിക്കൻ്റെ പീസ്. ഇതാണ് ചിക്കൻ കസ്കസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ചിക്കൻ്റെ പീസ് കൂട്ടി നമ്മൾ ഈ കസ്കസ് കോരി തിന്നാൻ പോവാണ് നമ്മൾ. സംഭവം രസമുണ്ടോ? ചിക്കന് ഇവിടുത്തേതായ ഒരു സ്പൈസിനെസ് ഒക്കെ ഉണ്ട്. ഇതാണ് ചിക്കൻ കസ്കസ്. അവിടുത്തെ ഒരു സ്പൈസിനെസ് ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും മല മുകളിൽ കയറി മരുപ്പച്ചനെ ഒന്നുകൂടെ നോക്കുകയാണ്. അപ്പോൾ താഴേക്കുള്ള ആ താഴ്വാരത്തിൻ്റെ ഒരു വ്യൂ. അപ്പോൾ താഴ്ഭാഗത്തുള്ള ആ ഒരു പുഴയരികിൽ ഇരുന്നാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചത്. ഭയങ്കര മനോഹരമായൊരു സ്ഥലം, നല്ലൊരു ദിവസമായിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ മടുത്ത് അവശരായി കിതച്ച് മലയുടെ മുകളിലേക്ക് നമ്മൾ കയറി വന്നു. നമ്മൾ വന്ന വഴിക്കേക്ക് തന്നെ എത്തുകയാണ്. അപ്പോഴാണ് ഒരു പുള്ളി സുഖിച്ച് കഴുതപ്പുറത്തെ വഴിക്ക് പോകുന്നത്. വേണമെങ്കിൽ നമ്മൾ കഴുതപ്പുറത്തും ഈ സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോകും കേട്ടോ. അങ്ങനെ പാരഡൈസ് വാലിയിൽ നിന്ന് അവിടുത്തെ ഒരു ലോക്കൽ ബസ്സിൽ ഒരാളുടെ ടിക്കറ്റ് 25 ദിർഹമാണ്. അപ്പോൾ അതൊക്കെ കൂടെ 25 ദിർഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ 2.5 യൂറോ. അതൊക്കെ കൊടുത്ത് നമ്മൾ അഗാദർ പട്ടണത്തിലേക്ക് അവിടെ നിന്ന് പോവാണ്. അവിടുന്ന് ഏകദേശം ഒരു 10-30 കിലോമീറ്റർ മുകളിലുണ്ട് ദൂരം. അപ്പോൾ അവിടുത്തെ ലോക്കൽ ബസ്സിൻ്റെ ഏറ്റവും മുമ്പിലുള്ള സീറ്റിലൊക്കെ കയറി നമ്മൾ പോവാം. പോണ വഴിക്ക് ഇതുപോലെ കുറേ കാഴ്ചകളുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ പോവാണ്. അപ്പോൾ ബാക്കി വീഡിയോയിൽ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം അഗാദറിനെ പറ്റി. ബൈ.